നമുക്ക് വന്ന കുറച്ച് എൻക്വയറീസിൻ്റെ പേരിൽ നമ്മളൊരു കുഞ്ഞൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിലെ ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മളിതിൽ ആങ്കറിങ്ങിൻ്റെ ബേസിക്സ് മുതൽ ഹൈ ലെവൽ വരെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, സ്ക്രിപ്റ്റ് എങ്ങനെ തയ്യാറാക്കാം, അതുപോലെ ഒരു പ്രോഗ്രാം നമ്മൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് പ്രോഗ്രാംസ് കിട്ടും, നമ്മൾ എങ്ങനെ ഈ ഫീൽഡിലോട്ട് എത്തും, അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്തത്. സോ വെൽക്കം. അതിന് മുമ്പ് ഒരു കാര്യം പറയാണ്, മാർച്ച് 1 മുതൽ ഏപ്രിൽ 3 വരെ നമ്മുടെ സ്ലോട്ട് ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാംസ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളൊരു ആങ്കറിനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു വെഡ്ഡിങ് അല്ലെങ്കിൽ ഒരു ബെത്രോതൽ ഫംഗ്ഷൻ. അതിപ്പോൾ ക്രിസ്ത്യൻ മാരേജ് ആയിക്കോട്ടെ, ഹിന്ദു മാരേജ് ആയിക്കോട്ടെ, ഏത് മാരേജ് ആയാലും, ഇന്റർ കാസ്റ്റ് മാരേജ് ആയിക്കോട്ടെ, ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഒരു കോള് വരുമ്പോൾ നമ്മൾ പ്രോഗ്രാം ഏൽപ്പിക്കാനാണ് വിളിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു 100 കോള് വരുന്നുണ്ടെങ്കിൽ അതിന് 50 കോളും ഇത് പറഞ്ഞു തരുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെൽക്കം ആണ്. അതായത് നമ്മളൊരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും വെൽക്കം ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോൾ അത്രയും പ്ലസൻ്റ് ആയിട്ട്, അത്രയും വോം ആയിട്ട്, അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്, അത്രയും കോൺഫിഡൻ്റ് ആയിട്ട്. സോ അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് നമുക്കൊരു ക്രിസ്ത്യൻ വെഡ്ഡിങ് നോക്കാം. ക്രിസ്ത്യൻ വെഡ്ഡിങ് നമ്മൾ വെൽക്കത്തിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ക്വിക്കായിട്ടുള്ള സമ്മറി പറയുന്നു, പിന്നെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ നമുക്ക് ഫസ്റ്റ് വെൽക്കം ചെയ്യണം. വെൽക്കം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നല്ല കോഡ്സ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മളുടേതായ സ്റ്റൈലിൽ ലൈവായിട്ട് പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കുറച്ചും കൂടി ഓഡിയൻസിന് കൺവീനിയൻ്റ് ആയിട്ടിരിക്കുക. പിന്നെ വെൽക്കം ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കോമൺ പീപ്പിളിന് മനസ്സിലാവുന്ന വേർഡ്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഓഡിയൻസിന് എന്താണ് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളുടെ ലാംഗ്വേജ് ആയാലും നമ്മൾ യൂസ് ചെയ്യുന്ന വൊക്കാബുലറി ആയാലും ഒക്കെ ശ്രദ്ധിക്കാനായിട്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സോ നമ്മൾ വാം ആയിട്ട് ഏറ്റവും ഹാപ്പി ആയിട്ട് നമ്മൾ നമ്മുടെ ഓഡിയൻസിനെ വെൽക്കം ചെയ്യണം. വെൽക്കം ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനിലോട്ട് നമുക്ക് കിടക്കുമ്പോൾ ബ്രൈഡ് ആൻഡ് ഗ്രൂം ആണ് അന്നത്തെ സൂപ്പർ സ്റ്റാർസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരെയാണ് നമ്മൾ അന്നത്തെ ദിവസം വെൽക്കം ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം അവരുടെ പാരൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, സിബ്ലിങ്സും. ചിലപ്പോൾ ചില ഫാമിലിയിൽ അവരുടെ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ഉണ്ടാവും. സോ നിങ്ങൾ അവരുടെ പേര് കളക്ട് ചെയ്യണം, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ നോക്കി മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് ഇവരെല്ലാം നമ്മൾ പരിചയപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ബ്രൈഡിനെയും ഗ്രൂമിനെയും സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്യണം. അത് മാക്സിമം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ടൈം എടുത്ത് തിരക്കൊന്നും കൂട്ടാതെ ബ്രൈഡിനെയും ഗ്രൂമിനെയും നിങ്ങൾ വേദിയിലോട്ട് സ്വാഗതം ചെയ്യാം. ദെൻ പാരൻസിനെ, ഇപ്പം ബെത്രോതലാണെന്നുണ്ടെങ്കിൽ ഏത് സൈഡാണോ, ഇപ്പം ഗ്രൂമിൻ്റെ സൈഡാണെങ്കിൽ ഓഫ് കോഴ്സ് ഗ്രൂമിൻ്റെ പാരൻസിനെ നിങ്ങൾക്ക് ആദ്യം ഇൻവൈറ്റ് ചെയ്യാം. ദെൻ ബ്രൈഡിൻ്റെ പാരൻസിനെ ഇൻവൈറ്റ് ചെയ്യാം. ദെൻ സിബ്ലിങ്സ് ആൻഡ് ക്ലോസ് റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇവരെ പേഴ്സണലി പരിചയപ്പെടുത്താം. പക്ഷെ നമ്മൾ ടൈം നോക്കണം. ഓക്കെ, ഇപ്പോൾ വളരെ കൺജസ്റ്റഡ് ആയിട്ട് വിത്തിൻ ഹാഫ് ആൻ അവറിൽ നമുക്ക് തീർക്കേണ്ട പരിപാടിയാണെങ്കിൽ നമ്മളവരെ വെൽക്കം ചെയ്യുന്ന ടൈമിൽ അവരുടെ പേരും ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ അവരുടെ ജോബിനെ കുറിച്ച് നമുക്ക് പറയാം. അല്ല നമുക്ക് കുറച്ചും കൂടി ടൈം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റേജിൽ അവർ വന്നതിന് ശേഷം അവരെ നമുക്ക് പരിചയപ്പെടുത്താം. അതിനു മുമ്പ് നിങ്ങൾ ബ്രൈഡിനെയും ഗ്രൂമിനെയും ഒഫീഷ്യലായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. ദെൻ പാരൻസിനെ, ഇപ്പം ബെത്രോതലാണെന്നുണ്ടെങ്കിൽ ഏത് സൈഡാണോ, ഇപ്പം ഗ്രൂമിൻ്റെ സൈഡാണെങ്കിൽ ഓഫ് കോഴ്സ് ഗ്രൂമിൻ്റെ പാരൻസിനെ നിങ്ങൾക്ക് ആദ്യം ഇൻവൈറ്റ് ചെയ്യാം. ദെൻ ബ്രൈഡിൻ്റെ പാരൻസിനെ ഇൻവൈറ്റ് ചെയ്യാം. ദെൻ സിബ്ലിങ്സ് ആൻഡ് ക്ലോസ് റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇവരെ പേഴ്സണലി പരിചയപ്പെടുത്താം. പക്ഷെ നമ്മൾ ടൈം നോക്കണം. ഓക്കെ, ഇപ്പോൾ വളരെ കൺജസ്റ്റഡ് ആയിട്ട് വിത്തിൻ ഹാഫ് ആൻ അവറിൽ നമുക്ക് തീർക്കേണ്ട പരിപാടിയാണെങ്കിൽ നമ്മളവരെ വെൽക്കം ചെയ്യുന്ന ടൈമിൽ അവരുടെ പേരും ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ അവരുടെ ജോബിനെ കുറിച്ച് നമുക്ക് പറയാം. അല്ല നമുക്ക് കുറച്ചും കൂടി ടൈം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റേജിൽ അവർ വന്നതിന് ശേഷം അവരെ നമുക്ക് പരിചയപ്പെടുത്താം. അതിനു മുമ്പ് നിങ്ങൾ ബ്രൈഡിനെയും ഗ്രൂമിനെയും ഒഫീഷ്യലായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ടാവണേ. സോ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രഡീഷൻസിലോട്ട് പോവാം. അപ്പോൾ ക്രിസ്ത്യൻ ട്രഡീഷൻ അനുസരിച്ചിട്ടുള്ള സെറമണീസ്, ഫസ്റ്റ് വൺ ക്യാൻഡിൽ ലൈറ്റ്നിങ്, കേക്ക് കട്ടിങ്, വൈൻ ടോസ്റ്റിംഗ്. അതിനുശേഷം ഇത് 3 മെയിൻ സെറമണീസ്. അതിനുശേഷം സിന്ദൂരം ഉണ്ടെങ്കിൽ ചെയ്യാം, നിർബന്ധമില്ല. അതുപോലെ തന്നെ ചന്ദനം ചാർത്തലും പനിനീര് തെളിക്കലും ചില സ്ഥലങ്ങളിൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ട്രഡീഷൻസ് ആണ്. സോ ആ ഒരു ഓർഡറിൽ അത് ചെയ്യാം. അത് ഓരോന്ന് ചെയ്യുമ്പോഴും ബ്രൈഡിനും ഗ്രൂമിനും ഒപ്പം ഫാമിലി മെമ്പേഴ്സിനും നല്ലൊരു അവരാണത് പെർഫോം ചെയ്യണേ. അപ്പോൾ അവർക്ക് ആ ഒരു കംപ്ലീറ്റ് റോളും കൊടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ക്യാൻഡിൽ ലൈറ്റ്നിങ് സെറമണിക്ക് ബ്രൈഡിനെയും ഗ്രൂമിനെയും വെൽക്കം ചെയ്യുമ്പോൾ ബ്രൈഡിൻ്റെയോ ഗ്രൂമിൻ്റെയോ പാരൻസിനെ ഒരാളെ സെലക്ട് ചെയ്തിട്ട് അവരോട് പറയാം ക്യാൻഡിൽ എടുത്ത് തെളിയിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അവർ മുമ്പിലോട്ട് കടന്നു നിൽക്കുന്നു. ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് അവർ പറയുന്ന പൊസിഷനിൽ നിൽക്കുന്നു. ദെൻ പാരൻസിൽ 2 പേര് ചേർന്ന്
ഇപ്പോൾ ഗ്രൂമിൻ്റെ പാരൻസ് ആണെങ്കിൽ അവർ രണ്ടുപേരും ചേർന്ന് ക്യാൻഡിൽ ബ്രൈഡിനും ഗ്രൂമിനും കൊടുക്കുന്നു, അവർ തിരി തെളിക്കുന്നു. ആ സമയത്ത് അവരുടെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസമാണ്, ഒരുപാട് നാൾ അവർ കാത്തിരുന്ന ദിവസം. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ഇമ്പോർട്ടൻസ് ആ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്ന ആൾ വേണം ഓഡിയൻസിനും എല്ലാവരും അതൊന്ന് കൺവേ ചെയ്ത് ആ ഒരു മൊമെൻറ്റിനെ കുറച്ചും കൂടി ചെറിഷ് ചെയ്ത് അതിമനോഹരാക്കി എടുക്കേണ്ടത് ഹോസ്റ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. സോ അങ്ങനെ ഭംഗിയായിട്ട് ക്യാൻഡിൽ ലൈറ്റിംഗ് സെറിമണി കഴിഞ്ഞാൽ കേക്ക് കട്ടിങ്ങിലോട്ട് കിടക്കാം. കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ഫാമിലി മെമ്പേഴ്സിനും അവരുടെ ഫാമിലിയോട് ക്ലോസ് ആയിട്ട് ഗ്രാൻഡ് പാരൻസ് ഒക്കെ സ്റ്റേജിലുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമ്മൾ പറയുക. കാരണം ഇപ്പോൾ ഒരു ബ്രൈഡിനെ കുഞ്ഞിതിലെ മുതൽ വളർന്നു വരുമ്പോൾ എഡ്യൂക്കേഷൻ, കല്യാണം എന്നൊക്കെ പറയുന്നത് അവരുടെ ജീവിതത്തിലെ വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പാരൻസും ഗ്രാൻഡ് പാരൻസും സിബ്ലിങ്സും ഒക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ലൈവായിട്ട് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം നമുക്ക് ഏറ്റവും കൂടി എനർജറ്റിക് ആയിട്ടും ഇമോഷണലിയും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ വൈൻ ടോസ്റ്റിങ്ങിൻ്റെ സമയത്തും അതിൻ്റെ മീനിങ്സും, ഒരു ക്രിസ്ത്യൻ ട്രഡീഷൻ അനുസരിച്ചിട്ടുള്ള കല്യാണമാണെങ്കിൽ ആ വൈൻ ടോസ്റ്റിങ്ങിന് അവിടെ എന്താ അർത്ഥം വരുന്നത്, ഇതിലൂടെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നിങ്ങൾ കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ബാക്കിയുള്ള ട്രഡീഷൻസും ഫോളോ ചെയ്യുക. സോ ഇതാണ് ഒരു ക്രിസ്ത്യൻ ട്രഡീഷൻ്റെ ഓർഡർ വരുന്നത്. ഇനി ഒരു ഹിന്ദു വെഡ്ഡിങ് ആണെന്നുണ്ടെങ്കിൽ സെയിം ആണ്. ക്യാൻഡിൽ ലൈറ്റിന് പകരം നമ്മൾ ദീപം തെളിയിക്കുമായിരിക്കും. ദീപം തെളിയിക്കുന്നേക്കാൾ മുമ്പ് പറ നിറയ്ക്കുന്ന ചടങ്ങുണ്ടാവും. അപ്പോൾ ഏതൊരു പ്രോഗ്രാം ആയാലും അവർ കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ പാരൻസ് ആയിട്ടോ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ മുമ്പേ ഉണ്ടാക്കിയെടുക്കണം. പ്രോഗ്രാമിന് മുമ്പ് അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടോ നമ്മളൊന്ന് ചോദിക്കണം, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, ഇന്ന ഒരു സ്പെഷ്യൽ വ്യക്തി ഇന്ന ചടങ്ങ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ആങ്കർ, പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്ന ആൾ മുൻകൂട്ടി മനസ്സിലാക്കി വെച്ച് ആ ഒരു ഓർഡറിൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിമനോഹരമായിട്ട് പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് അറ്റ് ലാസ്റ്റ്, ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ദി വേസ്റ്റ്. നമ്മൾ എന്തൊരു സിറ്റുവേഷൻ വന്നാലും അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. അത്രയേ ഉള്ളൂ. ബൈ.